ഒരു പേഴ്സണൽ ലോസ് സംഭവിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള സ്ട്രഗിൾസ് ഒക്കെ വരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയാണോ റെസ്പോണ്ട് ചെയ്യാറുള്ളത്? ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യും, ചില കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ്? ദാറ്റ് ഈസ് കോൾഡ് റെസീലിയൻസ്. So let's look into what are the different ways how we can help a child develop resilience. വളർന്ന് കുറച്ചാകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയോ എപ്പോഴും ജീവിതം മുന്നോട്ട് പോകണം എന്നില്ല എന്നുള്ളത്, അല്ലേ? അപ്സ് ആൻഡ് ഡൗൺസ് ആർ വെരി നാച്ചുറൽ. എന്നാൽ പോലും നമ്മളെല്ലാവരും ഒരുപോലെയാണോ നമ്മുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണാറ്? ചിലർ എത്ര പെട്ടെന്നാണ് അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. ആ ബൗൺസിങ് ബാക്ക് സ്കിൽസിനെ തന്നെയാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. Now, why is it important that we make our kids resilient? ഒന്ന്, resilient kids never give up easily. അതേപോലെ they are very confident when they come across a problem and they have a better skill of managing stressful moments. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒറ്റ കാര്യം സിറ്റുവേഷൻസ് അല്ല, ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. സോ how can we help our child develop resilience skills? First thing, let them label their emotions. It's very important that they know what emotions they face എന്നുള്ളത്. ഒരു കുഞ്ഞ് കരയുമ്പോഴത്തേക്ക് തന്നെ നമ്മളങ്ങ് വിധി എഴുതും, അയ്യോ അത് വിശപ്പ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേദന കൊണ്ടായിരിക്കാം. അല്ലാതെ നമ്മൾ ചോദിക്കില്ല എന്താണ് കുഞ്ഞിന് പ്രശ്നമെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല പല ഇമോഷൻസ് അല്ലെങ്കിൽ പല പല രീതിയിൽ അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസിനെ നമ്മൾ തന്നെ ടാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊരിക്കലും ചെയ്യില്ല. ലെറ്റ് ദം സേ, ചോദിക്കുക എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത്. ആദ്യം ചോദിച്ചതിന് ശേഷം മാത്രം നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. പലപ്പോഴും നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് ഇതുകൊണ്ട് തന്നെ അല്ലേ എന്ന് കുഞ്ഞിനോട് ചോദിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. നെവർ ഡു ദാറ്റ്. ലെറ്റ് ദം ലേബൽ ദ ഇമോഷൻസ് ദാറ്റ് ദേ ഹാവ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ പെർസ്പെക്റ്റീവ്. 2, ലെറ്റ് ദം ഫേസ് ദ ചാലഞ്ചസ്. ഹെൽപ്പ് വേണോ അല്ലെങ്കിൽ ചാടിക്കേറി അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും, കുട്ടി അത് പെട്ടെന്ന് ചെയ്തും കഴിയും എന്നുള്ളതാണ്. ആക്ച്വലി അവരെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണോ ചാലഞ്ചസ്, ചിലപ്പം ഒന്ന് ഷൂ കെട്ടുന്ന കാര്യമായിരിക്കാം, പക്ഷെ നമ്മൾ ആദ്യം തന്നെ ചാടിക്കേറി ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ ദി ചൈൽഡ് ഈസ് നോട്ട് ഗെറ്റിംഗ് എ ചാൻസ് ഹൗ ടു ഡു ദാറ്റ്. സോ ഒരിക്കലും നമ്മൾ ചാടിക്കേറി ഹെൽപ്പ് ചെയ്യല്ല. സിറ്റ് ബാക്ക്, റിലാക്സ്, ലെറ്റ് ദം ട്രൈ ഡൂയിങ് ഇറ്റ്. പറ്റിയില്ലെങ്കിൽ ലെറ്റ് ദം കം ആൻഡ് ആസ്ക് യു ഫോർ ഹെൽപ്പ്. ഒരു തവണ ട്രൈ ചെയ്തു, നടന്നില്ല, ഓടി വരികയാണ് നമ്മളുടെ അടുത്തേക്ക് ഹെൽപ്പും ചോദിച്ചുകൊണ്ട്. ചെയ്തു കൊടുക്കണോ ഒപ്പം തന്നെ? ആവശ്യമില്ല. സർട്ടൻ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ആസ്ക് ദം ടു ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഡിഡ് യു ട്രൈ ദാറ്റ്? ഓക്കെ, കീപ് ട്രൈങ്, ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയാലോ. സോ ഹെൽപ്പ് ദം ടു ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കുഞ്ഞിലേക്ക് ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരിക്കലും നമ്മളൊരു പേഴ്സണെ അല്ല, പക്ഷേ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഒരു പ്രൈസ് കൊടുക്കേണ്ടത്. സോ ദാറ്റ് ദേ വിൽ ഫീൽ ലൈക്ക് ഓക്കെ ലെറ്റ് മീ ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. ആ ഒരു ഡെവലപ്പിംഗ് സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടു ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. അതേപോലെ തന്നെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ നമ്മൾ ആദ്യം പഠിക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ അന്നേരം ആ ഒരു സിറ്റുവേഷനിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ കുറച്ച് തവണ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെൻ ദേ ഡു എ മിസ്റ്റേക്ക് ദേ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ദംസെൽഫ്. ഇറ്റ്സ് ഓക്കെ, ലെറ്റ് മീ ട്രൈ അഗെയിൻ. സോ ഒരു സെൽഫ് കമ്പാഷൻ കുഞ്ഞുങ്ങളിലേക്ക് ഡെവലപ്പ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് ആ കുഞ്ഞിൻ്റെ മിസ്റ്റേക്കിനെ സൂചിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഒക്കെ കുഞ്ഞിലേക്ക് ഉടലെടുക്കും. സോ ഓൾവേസ് ഹെൽപ്പ് ദം ഡെവലപ്പ് സെൽഫ് കമ്പാഷൻ. നടന്നു കഴിഞ്ഞ ഒരു പ്രശ്നം അവർ നമ്മളുമായി പങ്കുവെക്കുമ്പോൾ ഇതിനേക്കാളും ഭേദം മറ്റേ രീതിയിൽ പെരുമാറുന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കുന്നതിന് പകരം encourage them to think from different perspectives. Ask them to come up with a better solution for next time. എന്താണ് ഇതിന്റെ ഗുണം? അടുത്ത തവണ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുമ്പോൾ easily they'll be able to manage it themselves and confidently they can solve the issue there. Recent researchers ഒക്കെ കാണിക്കുന്നത്
ഒപ്റ്റിമിസവും സോഷ്യൽ സപ്പോർട്ടും ഒക്കെ ഒരു റെസിലിയൻ പേഴ്സണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും അതിനെ ആസ്വദിക്കാനായി സമയം കണ്ടെത്താനും നമ്മളും ശ്രമിക്കേണ്ടതാണ്. സോ ദാറ്റ് ദേ വിൽ ഡെവലപ്പ് ഒപ്റ്റിമിസം ഫോർ ദെയർ ഫ്യൂച്ചർ ആൻഡ് ദേ നോ ദാറ്റ് ദേ ഹാവ് എ വെരി ഗുഡ് സപ്പോർട്ട് സിസ്റ്റം ടു ബാക്ക് ദെം അപ്പ്. സോ ദീസ് ആർ സം ടിപ്സ് ഹൗ യു ക്യാൻ ഹെൽപ്പ് യുവർ ചൈൽഡ് വിത്ത് ദെയർ റെസിലിയൻ സ്കിൽസ്. ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുമോ? ഇല്ല. നേരെ മറിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയി അവരെ എൻകറേജ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ചാലഞ്ചസ് ഒക്കെ അവരെ ഫേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ, they will be able to bounce back stronger than ever.